എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷം ഇതുപോലുള്ളൊരു ദിനം, അതായത് ഇന്ന് കറുത്തവാവും 30 വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ആ ഒരു വിശിഷ്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി അതിവിശേഷമായിരിക്കും. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ സന്ധ്യാവിളക്ക് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപ്, ഈ പറഞ്ഞ സന്ധ്യാവിളക്ക് വയ്ക്കുന്നത് മുതൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപുള്ള ആ ഒരു സമയം വളരെ വിശിഷ്ടമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നാലെ നോക്കാം. അപ്പോൾ ഈ പറയുന്നത് പോലെ ലക്ഷ്മി വന്ദനം ഈ സമയത്ത് ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ജാലകം തുറക്കുന്നതിന് സമമായ പ്രവൃത്തിയായിരിക്കും. അതായത് നിങ്ങൾ ചോദിക്കുന്ന ന്യായമായ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ദേവി ഉറപ്പായിട്ടും നടത്തി തന്നിരിക്കും. ഇവിടെ ലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരീരം സ്വീകരിച്ചിരിക്കുന്ന അങ്ങനെ ഒരു രൂപത്തിലല്ല കാണേണ്ടത്. ഇത് നമ്മുടെ പ്രകൃതിയിൽ ലീനമായിരിക്കുന്ന, അതായത് മായാരൂപത്തിൽ കുടികൊള്ളുന്ന ഒരു അദൃശ്യ ശക്തിയാണ്. ഈ പറഞ്ഞതുപോലെ അനേകം അദൃശ്യ ശക്തികൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ, അതായത് നമുക്ക് കാണാൻ സാധിക്കാതെ ഈ പ്രകൃതിയിൽ വിലയം ചെയ്ത് നിൽപ്പുണ്ട്. ഇനിയൊരു പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൽ അത്ര വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എന്നാൽ നിങ്ങൾക്ക് കഠിനമായൊരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഉടനെ തന്നെ അത് നിവർത്തിച്ച് കിട്ടേണ്ടതെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എന്തെല്ലാം പ്രശ്നങ്ങൾക്കാണ് പരിഹാരമാകുന്നത് എന്ന് ആദ്യം തന്നെ ഒന്ന് പറയാം. അതിലൊന്നാമത്തേത് കടബാധ്യതകളിൽ നിന്നുള്ള മോചനം. അതായത് എത്ര ശ്രമിച്ചിട്ടും തീരാത്ത കടങ്ങൾ വീട്ടാൻ പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞിരിക്കും. രണ്ടാമത്തേത് കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ. അതായത് ദമ്പതികൾ തമ്മിലോ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ അത് ഉറപ്പായിട്ടും വിട്ടുമാറി നിങ്ങൾക്ക് സമാധാനം കൈവരും. മൂന്നാമത്തേത് തടസ്സപ്പെട്ട കാര്യങ്ങളുടെ പൂർത്തീകരണം. അതായത് വിവാഹം, അല്ലെങ്കിൽ കർമ്മമേഖല, അതായത് ജോലി തടസ്സം പോലുള്ള കാര്യങ്ങൾ എന്നിങ്ങനെ കാലതാമസം നേരിടുന്ന കാര്യങ്ങൾ അത് വേഗത്തിലാകുന്നതായിരിക്കും. ഇനി നാലാമത്തേത് സാമ്പത്തിക പരാധീനത. അതായത് പണം കയ്യിലേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ പണം നിങ്ങളുടെ കയ്യിലേക്ക് വന്നാലും, അതായത് വരുമാനം ഉണ്ടെങ്കിൽ തന്നെയും ആ പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ സംജാതമാവുക. അപ്പോൾ അതെല്ലാം മാറി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒരു സുസ്ഥിരമായ പാതയിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീരും. അഞ്ചാമത്തേത് മാനസികമായ അശാന്തി എന്ന് വെച്ചാൽ അകാരണമായിട്ടുള്ള ഭയം, ഉത്കണ്ഠ, ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മാറി മനസ്സിന് പുതിയൊരു ഉന്മേഷവും ആത്മവിശ്വാസവും ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് ആഴത്തിൽ കടന്നു പോകാം. ഏറ്റവും ആദ്യം പറയുന്നത് എന്താണ് ഇന്നത്തെ കറുത്തവാവിൻ്റെയും 30 വെള്ളിയുടെയും പ്രാധാന്യമെന്നാണ് പറയാൻ പോകുന്നത്. ഇത് കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ, ഇന്ന് സന്ധ്യാസമയം മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള ആ സമയം അത് എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യം അറിയിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം മലയാള മാസം മേടം 4-ാം തീയതിയാണ് ഈ അപൂർവ സംഗമം നടക്കുന്നത്. അതായത് 30 എന്നാൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. അത് കറുത്തവാവുമായി അല്ലെങ്കിൽ അമാവാസിയുമായി ചേരുമ്പോൾ പ്രപഞ്ചത്തിൽ 30 വെള്ളി അഥവാ മഹാലക്ഷ്മി ഊർജം ഉറപ്പായിട്ടും പ്രകടമാകും. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ കടാക്ഷം ഏറ്റവും കൂടുതൽ ചൊരിയപ്പെടുന്ന വർഷത്തിലെ ഈ അപൂർവ നിമിഷങ്ങളാണ് ഇന്ന് സംജാതമാകുന്നത്. വാസ്തവം പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷത്തിന് ശേഷം ഇത്രയും നല്ലൊരു ശുഭമുഹൂർത്തം നമുക്ക് വേറെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിലെ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ, അതായത് ആ ഡിവിനിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി പോസിറ്റിവിറ്റി അവിടെ നിറയ്ക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഈ അമാവാസി രാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്ന ലക്ഷ്മി വന്ദനം അത് നിങ്ങൾ സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രാർത്ഥനയെ അപേക്ഷിച്ച് പ്രപഞ്ചത്തിലെ ആ ഒരു ലക്ഷ്മി ചൈതന്യവുമായുള്ള നിങ്ങളുടെ ആത്മീയ സംവാദമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. ഇനി അടുത്തത്, നിങ്ങൾ ഈ പറയുന്ന സമയത്ത്, അതായത് നിലവിളക്ക് തെളിച്ചതിന് ശേഷം മുതൽ രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപായി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ സാധാരണ നിലവിളക്ക് കൊളുത്തുന്നത് പോലെ തന്നെ, അതായത് സന്ധ്യാസമയത്ത് വീടും പരിസരവും ശുദ്ധിയാക്കി അതിനുശേഷം നിലവിളക്ക് തെളിക്കുക. ഇന്ന് അല്പം പ്രത്യേകത കൊടുത്ത്, അതായത് വീടിൻ്റെ പ്രധാന വാതിലിൽ ഈ പറഞ്ഞതുപോലെ നിലവിളക്കും ആ നിലവിളക്കിന് ഇരുവശവും ചിരാത് വിളക്കുകളും തെളിയിക്കുന്നത് ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ്. കാരണം വീടിൻ്റെ ഉമ്മറത്ത് ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ നിലവിളക്ക് വയ്ക്കുന്നതെങ്കിൽ അതിനർത്ഥം
ലക്ഷ്മിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്നതിൻ്റെ ആ ഒരു ചുരുക്കരൂപമാണ്. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മർമ്മഭാഗം എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് ആകെ വേണ്ടത് അല്പം ഉപ്പും ഒരു നാണയവുമാണ്. കല്ലുപ്പെടുക്കാം, അല്ലെങ്കിൽ പൊടിയുപ്പും എടുക്കാം. കല്ലുപ്പാണ് ഏറ്റവും ഉത്തമം. അതായത് ഒരു ചെറിയ പാത്രത്തിൽ ഈ പറഞ്ഞ കല്ലുപ്പിട്ടിട്ട് അതിന് മുകളിൽ ഒരു നാണയം വെച്ച് ലക്ഷ്മി ദേവിയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നത് ദാരിദ്ര്യ ശമനത്തിന് അത്യുത്തമമായിരിക്കും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചെറിയ പാത്രം എന്ന് പറയുമ്പോൾ ഒരു ചിരാത് ചട്ടി എടുത്താലും മതി. അതുപോലെ തന്നെ ഈ സമയത്ത് ഈ നിലവിളക്ക് കൊളുത്തുന്നതിലും ഒരു പ്രത്യേകതയുണ്ട്. ഈ സമയത്ത് 5 തിരിയിട്ട് നെയ്വിളക്ക് കൊളുത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് അത്യുത്തമമായിരിക്കും. അതിനോടൊപ്പം ഈ പറഞ്ഞതുപോലെ ഉമ്മറപ്പടിയിൽ മാത്രമല്ല, സാധിക്കുമെങ്കിൽ ഒരു നെയ്വിളക്ക് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോയ്ക്ക് മുൻപിൽ നിലവിളക്ക് വയ്ക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ ആ ഒരു സ്റ്റാൻഡിലോ നിങ്ങൾക്ക് തെളിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരു വാസ്തു വിളക്ക് എന്ന രീതിയിൽ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ഈ ചെറിയ സ്വരച്ചേർച്ച കുറവുകൾ നിങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിൽ അത് സ്വമേധയാ പരിഹരിക്കപ്പെടുന്നതായിരിക്കും. അതിനിവിടെ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്താൽ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മഹാലക്ഷ്മി വന്ദനമാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനുവേണ്ടി തയ്യാറാകേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതായത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപ് മുഖവും കൈയും കാലും കഴുകി ഏതെങ്കിലും ഒരു ശാന്തമായ സ്ഥലത്ത് നിങ്ങൾ തനിച്ചിരിക്കുക. അതായത് ഉറങ്ങുന്നതിന് തൊട്ടു മുൻപാണ് ഈ പറഞ്ഞത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് അവിടെ നിലവിളക്കൊന്നും കൊളുത്തേണ്ട ആവശ്യമില്ല. സ്വസ്ഥമായിരിക്കാൻ എവിടെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് അവിടെ നിങ്ങൾ കണ്ണുകൾ അടച്ച് മഹാലക്ഷ്മിയുടെ ആ രൂപം മനസ്സിൽ ധ്യാനിച്ച് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓരോന്നായി പാലിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പരിഹരിക്കപ്പെടേണ്ട ആ ഒരു പ്രശ്നം അത് കൃത്യമായി മനസ്സിൽ പറയുക. ഒരു 2-3 പ്രാവശ്യം മനസ്സിൽ ആവർത്തിച്ച് നിങ്ങളുടെ ആ ആവശ്യം, അതായത് നടന്നു കിട്ടേണ്ട ആവശ്യം പറയുക. എന്നിട്ട് 9 പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഗായത്രി ജപിക്കുക. അതായത് ആദ്യം നിങ്ങളുടെ ആവശ്യം ഒരു 3 പ്രാവശ്യം പറയുക. അതിനുശേഷം ഇനി പറയാൻ പോകുന്ന ആ ഗായത്രി മന്ത്രം 9 പ്രാവശ്യം ആവർത്തിച്ച് ജപിക്കുക. ഓം മഹാലക്ഷ്മ്യൈച്ച വിദ്മഹേ വിഷ്ണു പത്നൈച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്ന ഈ മന്ത്രം ഇടയ്ക്ക് വെച്ച് നിർത്താതെ ഇരുന്ന ആ ഇടത്ത് തന്നെ, അതായത് ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കാതെ 9 തവണ ആവർത്തിച്ച് ജപിക്കുക. ഇങ്ങനെ ജപിച്ച ശേഷം ആ ഇരുന്നിടത്ത് തന്നെ അല്പനിമിഷം കൂടി ഒന്ന് സമാധാനമായിട്ടിരിക്കുക. എന്നിട്ട് എല്ലാം ദേവി നടത്തി തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകേണ്ടത്. ഒരു സംശയവും വേണ്ട. ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നാളെ രാവിലെ, അതായത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആ ദൈനംദിന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ കാതുകളിൽ എത്തുന്നതായിരിക്കും. ഒരു പക്ഷേ നാളെ നിങ്ങൾ ഈ പറഞ്ഞ സമയം നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ടായിരിക്കും നിങ്ങൾ തലേദിവസം രാത്രി എന്ത് കാര്യമാണോ ദേവിയോട് പ്രാർത്ഥിച്ചത് ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ള ആ ഒരു ഉറപ്പ് നിങ്ങൾക്കവിടെ ലഭിക്കുന്നത്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്ക് ഭാഗ്യം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല പറയാൻ. കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ചിലപ്പോൾ ഈ പറഞ്ഞ ഭാഗ്യം നമ്മളെ ഈ പറഞ്ഞ പരിപൂർണ തോതിൽ പിന്തുണയ്ക്കണമെന്നില്ല. അങ്ങനെ തുണയ്ക്കാത്തത് നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു നെഗറ്റീവ് തരംഗങ്ങൾ മൂലമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് അമാവാസി ദിനത്തിലെ ഈ 30 വെള്ളി ആ തടസ്സങ്ങളെല്ലാം നീക്കി ഒരു മാർഗദർശിയാകും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനാൽ ഭക്തിയോടും ശുദ്ധിയോടും കൂടി മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുക. മാത്രവുമല്ല, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ചെറിയ പ്രവൃത്തിയാണെങ്കിലും ഇതുകൊണ്ടുണ്ടാകുന്ന മാറ്റം അത് നിങ്ങളുടെ വരും ദിവസങ്ങളിൽ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായി അത് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലിച്ച് കിട്ടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.